എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരരായിട്ടുള്ള 5 സ്ത്രീകളെ കുറിച്ചിട്ടാണ്. നമ്പർ 1, ലേഡി എലിസബത്ത് ബത്തോറി. 1560 റോയൽ ഹംഗറിയിലെ ഒരു ഫാമിലി എസ്റ്റേറ്റിലാണ് ലേഡി എലിസബത്ത് ബത്തോറി ജനിക്കുന്നത്. ഒരു കുലീനയായിട്ടുള്ള സ്ത്രീയായിരുന്നു എലിസബത്ത് ബത്തോറി. അവൾ സ്റ്റീഫൻ ബത്തോറി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ മരുമകളായിരുന്നു. അവിടെ ഉള്ള വലിയ ഒരു അധികാരം കൈയാളുന്ന ഒരു കുടുംബത്തിൽ തന്നെയായിരുന്നു അവൾ ജനിച്ചിരുന്നത്. വിദ്യാഭ്യാസം, സമ്പത്ത്, ഉയർന്ന സാമൂഹിക പദവി എന്നിവയാൽ വിശേഷിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു എലിസബത്ത് ബത്തോറി. കുട്ടിക്കാലത്ത് ബത്തോറിക്ക് അപസ്മാരം ഉണ്ടായിരുന്നു. ഈ രോഗത്തിനുള്ള ചികിത്സയിൽ രക്തവും തലയോട്ടിയുടെ കഷ്ണങ്ങളും ഉൾപ്പെടുന്ന ഒരു ചികിത്സ അവർ നടത്തിയിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിന് ശക്തമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ലഭിക്കുന്നുമില്ല. അവളുടെ കുട്ടിക്കാലത്തെ കഥകൾ അവളെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ആക്രമണത്തിനും ക്രൂരതയ്ക്കും വിധേയമായതായിട്ട് വിവരിക്കുന്നുണ്ട്. അവളുടെ പിതാവിൻ്റെ ഉദ്യോഗസ്ഥർ നടത്തിയ ക്രൂരമായിട്ടുള്ള ശിക്ഷകൾക്കും വധശിക്ഷകൾക്കൊക്കെ അവൾ സാക്ഷ്യം വഹിച്ചിരുന്നു. സാത്താനിസത്തിലും മന്ത്രവാദത്തിലുമൊക്കെ ഏർപ്പെട്ടിരുന്ന അവളുടെ കുടുംബാംഗങ്ങളാൽ തന്നെ അവൾ സ്വാധീനിക്കപ്പെട്ടൊരു സ്ത്രീയായിരുന്നു. അവളുടെ 10നും 12നും വയസ്സിനിടയിൽ കൗണ്ട് ഫെറൻകുമായിട്ട് അവളുടെ വിവാഹ നിശ്ചയം നടത്തപ്പെടുകയാണ് ചെയ്യുന്നത്. 1575 മെയ് 8 ഇവർ വിവാഹിതരാകുന്നു. അവർക്ക് അന്ന് 15 വയസ്സാണ് അവൾക്ക് പ്രായം ഉണ്ടായിരുന്നത്. അവന് 19 വയസ്സുമായിരുന്നു പ്രായം. 13 വയസ്സുള്ള സമയത്ത് ബത്തോരി ഒരു കർഷകനായിട്ടുള്ള ആൺകുട്ടിയുമായിട്ട് ബന്ധത്തിലേർപ്പെടുകയും അതിൽ അവൾക്കൊരു മകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുട്ടിയെ ബത്തോറിയുടെ കുടുംബം വിശ്വസിക്കുന്ന ഒരു കർഷക സ്ത്രീക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ബന്ധത്തെക്കുറിച്ചിട്ട് നിശബ്ദമായിട്ടാണ് അവർ പിന്നീടുള്ള ജീവിതം നയിച്ചിരുന്നത്. എലിസബത്തിനെ എസ്റ്റേറ്റ് നടത്തിപ്പിനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ടിട്ട് അവളുടെ ഭർത്താവ് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും പോയി. അങ്ങനെ അവൾ ഒരുപാട് കാലം ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് അവളുടെ സാഡിസം കൂടുതൽ പ്രകടമാവുകയാണ് ചെയ്തിരുന്നത്. 1601 അവളുടെ ഭർത്താവിൻ്റെ മരണശേഷം അവൾ ക്രൂരരായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് മാറുകയാണ് ചെയ്തത്. അവളുടെ ഇരകളിൽ ഭൂരിഭാഗവും 10നും 14നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളായിരുന്നു. സാധാരണയായി മര്യാദകൾ പഠിക്കാനും വേണ്ടിയിട്ട് കുലീനർ അവരുടെ മകളെ ഇവളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുമായിരുന്നു. അങ്ങനെ ബത്തോറിയുടെ പീഡന രീതികളിൽ ഇരകളുടെ നഖങ്ങൾക്കിടയിൽ കുറ്റി ഉപയോഗിച്ച് അടിക്കുക, അതുപോലെ തേനിൽ പൊതിഞ്ഞുകൊണ്ട് ഉറുമ്പുകളും മറ്റു പ്രാണികളും ഭക്ഷിക്കാനും വേണ്ടി ഇരകളെ വിട്ടുകൊടുക്കുക, അവരെ ശക്തിയായി അടിച്ച് മർദ്ദിച്ച് അമർത്തി അവശനിലയിലാക്കുക, അതുപോലെ തന്നെ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ കത്തിക്കുക, ഇവയെല്ലാമായിരുന്നു അവളുടെ ക്രൂരതകൾ. ഇവൾ ഇരകളെ കത്തിച്ച ശേഷം അവരെ ഐസ് വെള്ളത്തിൽ വലിച്ചെറിയുമായിരുന്നു. അവളുടെ ഇരകളിൽ പലരും മരണത്തോളം പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവരിൽ ചിലരെ അടയാളപ്പെടുത്താത്ത സ്ഥലത്ത് അടക്കം ചെയ്തിരുന്നു. അവൾ നരഭോജനത്തിൽ ഏർപ്പെട്ടിരുന്നതായിട്ടും ചില സ്രോതസ്സുകൾ അവകാശപ്പെടുന്നുണ്ട്. ഒടുവിൽ 1610 ബത്തോരിയും അവളുടെ ഏതാനും വേലക്കാരും അറസ്റ്റിലാവുകയും 1611 അവളും കൂട്ടാളികളും വിചാരണ നേരിടുകയും ചെയ്തു. 300-ലധികം സാക്ഷി വിവരണങ്ങളും നിരവധി സാക്ഷ്യപത്രങ്ങളും ഉള്ളതിനാൽ അവരുടെ വിധി ഉറപ്പായി. ബത്തോരിയുടെ സ്വകാര്യ പുസ്തകങ്ങളിൽ തെളിവുകൾ കണ്ടതായിട്ട് അവളുടെ ഒരു വേലക്കാരി അവകാശപ്പെടുന്നുണ്ട്. ആ വേലക്കാരി പറയുന്നത് അവളുടെ ഇരകളുടെ എണ്ണം 650 ആണ് എന്നതാണ്. ബത്തോറിയുടെ കൂട്ടാളികളെ വധിക്കപ്പെടുകയും അവളെ ഒരു ഇരുട്ടുമുറിയിൽ അടച്ചിടുകയുമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവളെ മരിച്ച നിലയിൽ ആ മുറിയിൽ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്പർ 2, ഇർമ ഗ്രീസ്. നാസി ജർമ്മനിയിലെ ഏറ്റവും ക്രൂരയായിട്ടുള്ള സ്ത്രീയാണ് ഇർമ ഗ്രീസ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഏതൊരാളും ധാർമ്മികമായിട്ടുള്ള ഒരു മൂല്യങ്ങളും ഇല്ലാത്തവരാണ് എന്ന് പറയുന്നതിൽ തർക്കമില്ല. അത്തരത്തിൽ ഒരാളായിരുന്നു ഇർമ ഗ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ. 1923 ഒക്ടോബർ 7 ബെർട്ടയുടെയും ആൽഫ്രഡ് ഗ്രീസിൻ്റെയും മകളായിട്ടാണ് ഇർമ ഗ്രീസ് ജനിച്ചത്. 13 വർഷത്തിന് ശേഷം ഭർത്താവിൻ്റെ അവിശ്വാസ്യത കണ്ടെത്തിയപ്പോൾ ഇർമയുടെ അമ്മ ഹൈഡ്രോക്ലോറിക് ആസിഡ് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇർമ ഒരിക്കലും സ്കൂളിൽ വഴക്കിടാറില്ലായിരുന്നു എന്നും അപകടമുണ്ടാകുന്ന സമയത്തെല്ലാം അവൾ ഓടി രക്ഷപ്പെടാറുണ്ടായിരുന്നു എന്നുമാണ് അവളുടെ സഹോദരി വിചാരണയിൽ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ പീഡനത്തിന് ഇരയായിട്ടിരിക്കാം അവൾ. അതുകൊണ്ടായിരിക്കാം 14-ാം വയസ്സിൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഫാമിലും കടയിലും അവൾ ജോലി ചെയ്തത്. SS ആശുപത്രിയിൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ തുടങ്ങുകയും രോഗികളിൽ നടത്തിയ വേദനാജനകമായിട്ടുള്ള പല പരീക്ഷണങ്ങളും അവിടെ അവൾ കാണുകയും ചെയ്തിരുന്നു. 1942 നാസി ജർമ്മനിയിലെ വനിതാ തടവുകാർക്ക് മാത്രമായുള്ള ക്യാമ്പായിട്ടുള്ള റാവൻസ്ബ്രൂക്ക് കാവൽക്കാരിയായിട്ട് ഇർമയെ
നിയമിക്കപ്പെടുന്നു. പിന്നീട് 1943 അവളെ ഓഷിറ്റ്സിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ അവൾക്ക് സീനിയർ SS സൂപ്പർവൈസർ പദവിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ SS വനിതാ അംഗങ്ങൾക്ക് നേടാവുന്ന ഏറ്റവും രണ്ടാമത്തെ റാങ്കായിരുന്നു SS സൂപ്പർവൈസർ എന്നുള്ള പദവി. ഈ റാങ്ക് അന്തേവാസികളെ അങ്ങേയറ്റം ദുരുപയോഗം ചെയ്യാൻ അവൾക്ക് അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകി. അവളുടെ ഓഷിറ്റ്സിലേക്കുള്ള സ്ഥലമാറ്റത്തിന് മുന്നേ അവൾ നാസി ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനോടും കടുത്ത വെറുപ്പുണ്ടായിരുന്ന അവളുടെ പിതാവിനെ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അച്ഛനെ അവൾ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ SS യൂണിഫോം ധരിച്ചാണ് അച്ഛനെ കാണാൻ ചെന്നത്. അങ്ങനെ അവർ തമ്മിൽ വലിയ ഒരു തർക്കം ഉണ്ടാവുകയും അതിനുശേഷം അവളുടെ അച്ഛൻ അവളെ അടുക്കുകയും അവൾ ഒരിക്കലും മടങ്ങി വരില്ല എന്ന് അവളോട് പറയുകയും ചെയ്തു. ഇത് ഇർമയെ ആഴത്തിൽ ബാധിച്ച ഒന്നായിരുന്നു. അവളുടെ പിതാവിനോടുള്ള അവളുടെ വെറുപ്പ് അവളുടെ ക്രൂരമായ സ്വഭാവത്തിന് ആക്കം കൂട്ടി എന്ന് തന്നെ പറയാം. ഓഷിറ്റ്സിൽ 30,000 വനിതാ തടവുകാരുടെ ചുമതലയായിരുന്നു ഇർമ ഗ്രീസിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തടവുകാരെ അവരുടെ മാറിടത്തിൽ ചമ്മട്ടിക്കൊണ്ട് അടിക്കുന്നതായിരുന്നു ഇർമ ഗ്രീസിൻ്റെ ഒരു സാധാരണ രീതി എന്നത്. അവളുടെ ചാട്ടയുടെ അറ്റത്ത് മെടഞ്ഞ വയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വയർ കാരണം നിരവധി തടവുകാർക്ക് അവരുടെ മുറിവുകളിൽ നിന്ന് അണുബാധയുണ്ടായി. പിന്നീട് അനസ്തേഷ്യ കൂടാതെ അവർക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ശസ്ത്രക്രിയ നടത്തുന്ന സമയത്ത് ഇരയുടെ വേദനയിൽ സന്തോഷിക്കുകയും അതുപോലെ തന്നെ ഇത്തരം ഓപ്പറേഷനുകളിലെല്ലാം അവൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഗിസെല്ലെ പേൾ എന്ന അന്തേവാസിയായിട്ടുള്ള ഫിസിഷ്യൻ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇതെങ്ങനെ അവളുടെ ലൈംഗിക ഉത്തേജനം വർദ്ധിപ്പിച്ചു എന്നുള്ളതും പറയുന്നുണ്ട്. ഇരകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവൾ 2 പോലീസ് നായ്ക്കളെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ പ്രസവിക്കാനിരിക്കുന്ന ഇരകളുടെ മേൽ അവരുടെ 2 കാലുകളും കെട്ടിയിട്ടിട്ട് അവൾ ആസ്വദിക്കുമായിരുന്നു. ഇർമ ഗ്രീസിൻ്റെ ലൈംഗിക ചൂഷണങ്ങളും ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. കുപ്രസിദ്ധനായിട്ടുള്ള ജോസഫ് മെങ്കലെയുമായിട്ട് അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഇർമ ഗ്രീസിന് തടവുകാരായിട്ടുള്ള വിവിധ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചിട്ട് ജോസഫ് മെങ്കലെ അറിയുകയും അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. പിന്നീട് സോവിയറ്റുകൾ പടിഞ്ഞാറോട്ട് മുന്നേറി. അപ്പോൾ ഗ്രീസിനെ 1945 ജനുവരിയിൽ റാവൻസ്ബ്രൂക്കിലേക്ക് മാറ്റി. അങ്ങനെ 2 മാസത്തിന് ശേഷം അവളെ വീണ്ടും ബെർഗൻ ബെൽസണിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവളുടെ ക്രൂരത ആ സമയങ്ങളിൽ വളരെയധികം തീവ്രതയാർജിച്ചിരുന്നു. ജർമ്മനിക്ക് തോൽവി അനിവാര്യമായിട്ടുള്ളൊരു ഘട്ടമായിരുന്നു അത്. ബെർഗൻ ബെൽസിൻ്റെ ബ്രിട്ടീഷ് വിമോചനത്തിന് ശേഷം ഇർമ ഗ്രീസ് തടവിലാക്കപ്പെട്ടു. ബ്രിട്ടീഷ് മിലിറ്ററി ട്രൈബ്യൂണലിനു മുന്നിൽ ഇർമ ഗ്രീസ് വിചാരണ ചെയ്യപ്പെടുകയും തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ 1945 ഡിസംബർ 13 ഇർമ ഗ്രീസിനെ വധിക്കപ്പെട്ടു. അവസാനം വരെ അവൾ പശ്ചാത്തപിച്ചിരുന്നിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് 22 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ തൂക്കിക്കൊല്ലുന്ന സമയത്ത്. തൂക്കിക്കൊല്ലപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നാസി യുദ്ധക്കുറ്റവാളിയായിരുന്നു ഇർമ ഗ്രീസ്. ഗ്രീസ് അവളുടെ ഭീകരമായിട്ടുള്ള യുദ്ധക്കുറ്റങ്ങൾക്ക് കുപ്രസിദ്ധയായിട്ടുള്ളൊരു സ്ത്രീയാണ്. എക്കാലത്തെയും ക്രൂരമായ സ്ത്രീകളിൽ ഒരാളായി സമൂഹം അവളെ ഓർക്കപ്പെടും. നമ്പർ 3 വു സെറ്റിയാൻ. പുരാതന ചൈനയിലെ ഏറ്റവും ക്രൂരയായിട്ടുള്ള സ്ത്രീ എന്നാണ് ഇവളെ അറിയപ്പെടുന്നത്. താരതമ്യേന സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് വു സെറ്റിയാൻ ജനിച്ചത്. വളരെ പുരോഗമനപരമായിട്ടുള്ള മാതാപിതാക്കൾ അവൾക്ക് ഉണ്ടായിരുന്നു. ചൈനയിൽ അക്കാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് വളരെ അസാധാരണമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ വുവിൻ്റെ പിതാവ് തൻ്റെ മകൾക്ക് സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്നത് ഉറപ്പുവരുത്തിയിരുന്നു. എഴുത്ത്, സംഗീതം, സാഹിത്യം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവൾ വളരെ പ്രധാനിയായിട്ടുള്ള ഒരാളായി മാറിയിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയം, ഗവൺമെൻറ് കാര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ അവൾക്ക് നന്നായിട്ട് അറിവുണ്ടായിരുന്നു. 14-ാം വയസ്സിൽ ഡൈസോങ് ചക്രവർത്തിയുടെ വെപ്പാട്ടിയാകാൻ വേണ്ടിയിട്ട് വുവിനെ സാമ്രാജ്യ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അവൾ ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട സ്ത്രീയായിട്ട് മാറുകയും ചക്രവർത്തിയിൽ നിന്ന് കാര്യമായിട്ടുള്ള ബഹുമാനം അവൾക്ക് നേടുവാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ചക്രവർത്തിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടാൻ അവളെ അനുവദിച്ചതുകൊണ്ട് ചക്രവർത്തിയുടെ കിടപ്പുമുറികൾ വൃത്തിയാക്കുക എന്നതായിരുന്നു അവളുടെ പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. വു സെറ്റിയാൻ, ഡൈസോങ് ചക്രവർത്തി എന്നിവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം അക്കാലത്തെ പതിവ് പോലെ തന്നെ കുട്ടികളില്ലാത്ത വെപ്പാട്ടികളെ ബുദ്ധ സന്യാസികളായി ജീവിക്കാൻ സന്യാസിക്രമത്തിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ അവളെയും അതുപോലെ തന്നെ അയച്ചു. എന്നിരുന്നാലും അന്തരിച്ച ചക്രവർത്തിയുടെ മകനായിട്ടുള്ള പുതുതായിട്ട് ചക്രവർത്തിയായിട്ടുള്ള ലീഷിവു അവളെ സന്ദർശിച്ചു. അങ്ങനെ ലീഷിവു പിന്നീട് ഗാവോസോങ് ചക്രവർത്തി എന്നറിയപ്പെടുന്ന ചക്രവർത്തിയാണ് ലീഷിവു ചക്രവർത്തി. അയാൾ തൻ്റെ വെപ്പാട്ടിയാകാൻ വേണ്ടി അവളെ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഡൈസോങ് ചക്രവർത്തി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ലീഷിയും വു സെറ്റിയാനും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ ശേഷം വു സെറ്റിയാൻ പല രീതിയിലുള്ള തന്ത്രങ്ങൾ പയറ്റുകയും രാജാവിൻ്റെ ഏറ്റവും
ഇഷ്ടപ്പെട്ട ഭാര്യയായിട്ടുള്ള സിയാവോയെ ചക്രവർത്തിയിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്തു. അങ്ങനെ ചക്രവർത്തി ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു സ്ത്രീയായിട്ട് സിയാവോ മാറി. ചക്രവർത്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് മാറാൻ വുവിന് സാധിച്ചു. അതിന് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 652 ലീഹോങ് എന്ന മകനെ പ്രസവിച്ചുകൊണ്ട് വു രാജാവിൻ്റെ ഏറ്റവും പ്രിയങ്കരിയായിട്ട് മാറി. പിന്നീട് 654 ഒരു മകളെ അവൾ പ്രസവിച്ചു. എന്നിരുന്നാലും അധികം താമസിയാതെ തന്നെ കുട്ടി മരിച്ചു. അങ്ങനെ ഈ കുട്ടിയെ വൂസെറ്റിയാൻ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. ഇത് വാങ് കാണുകയും അദ്ദേഹം ഇത് ചക്രവർത്തിയോട് പറയുകയും ചെയ്തു. വുവിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന കഥ എന്ന് പറഞ്ഞാൽ സ്വന്തം മകളെ കഴുത്ത് നെടിച്ചു കൊന്നു എന്നതാണ് അവളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത്. വൂസെറ്റിയാൻ കുട്ടിയുടെ മരണം വാങ്ങിൻ്റെ മേലിൽ അടിച്ചേൽപ്പിക്കുകയും വാങ്ങാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വാങ്ങിനെയും സിയാവോയെയും രാജാവ് ചാൻസലർമാരുമായിട്ട് ചർച്ച നടത്തുകയും എതിർപ്പ് വകവെക്കാതെ അവരെ തടവിലാക്കുകയും ചെയ്തു. പിന്നീട് ചക്രവർത്തി അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ടായിരുന്നു. അതറിഞ്ഞ വൂസെറ്റിയാൻ അവരെ വധിച്ചു. തുടർന്ന് ചക്രവർത്തി രോഗബാധിതനാവുകയും അധികാരം വുവിൻ്റെ കയ്യിലെത്തിപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് അവൾ ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ ഉയർച്ചയെ എതിർത്ത ഉദ്യോഗസ്ഥന്മാരെ ലക്ഷ്യം വെക്കുകയും അവരെ എല്ലാം അറസ്റ്റിലാക്കുകയും തടവിലാക്കപ്പെടുകയും നാടുകടത്തപ്പെടുകയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. അങ്ങനെ 664 നിരവധി ഉദ്യോഗസ്ഥരെ മന്ത്രവാദം ആരോപിച്ച് അവൾ വധിച്ചു കളഞ്ഞു. അവരുടെ കുടുംബങ്ങൾ സാമ്രാജ്യത്വ കൊട്ടാരത്തിനുള്ളിൽ അടിമകളായി മാറുകയും ചെയ്തു. പിന്നീട് അവൾ തൻ്റെ അനന്തരവളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി. അതിനുശേഷം ഈ കുറ്റം മറ്റു 2 പേരുടെ മേൽ ചുമത്തപ്പെടുകയും അവരെ വധിച്ചു കളയുകയും ചെയ്തു. പിന്നീടുള്ള വർഷങ്ങളിൽ ചക്രവർത്തിയുടെ ആരോഗ്യം വളരെ വഷളാവാൻ തുടങ്ങി. ആ സമയങ്ങളിൽ വൂസെറ്റിയാന് കൂടുതൽ അധികാരം ലഭിച്ചു. അതവൾ പ്രയോഗിക്കുകയും ചെയ്തു. പലരെയും അവൾ നാടുകടത്തി. മറ്റു ചിലരെ അവൾ വധിച്ചു. അടുത്ത ബന്ധങ്ങളിലുള്ളവരെ വിഷം കലർത്തി കൊല്ലുകയും ചെയ്തു. ചക്രവർത്തിയുടെ മരണശേഷം വു ഫലത്തിൽ യഥാർത്ഥ ഭരണാധികാരിയായിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത്. അവളുടെ പ്രജകൾക്കും രാജ്യത്തിനും മേൽ അവൾ അവളുടെ ഇഷ്ടം പ്രയോഗിച്ചു. അവളുടെ രാജ്യത്തിലുടനീളം വളരെ വലിയ വിപുലമായിട്ടുള്ള രീതിയിൽ ഒരു ചാരശൃംഖല അവൾ സൃഷ്ടിച്ചെടുത്തു. അങ്ങനെ അവളുടെ രഹസ്യ പോലീസ് ഒരുപാട് പേരെ വധിച്ചു കളഞ്ഞു. പിന്നീട് 684 12 സാമ്രാജ്യ കുടുംബങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. അവളുടെ രക്തരൂക്ഷിതമായിട്ടുള്ള ഭരണമുണ്ടായിരുന്നു. അവൾ താഴ്ന്ന വിഭാഗം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ഇറക്കിയിരുന്നു. അതിൽ ആ നാട്ടിലുള്ളവർ അവളെ സ്മരിക്കപ്പെടുന്നുണ്ട്. എന്നാലും ലോകത്തിലെ ഏറ്റവും ക്രൂരരായിട്ടുള്ള സ്ത്രീകളിൽ ഒരാളായിട്ട് ഇന്നും അവളെ ഓർമ്മിക്കപ്പെടുന്നു. നമ്പർ 4 ഇംഗ്ലണ്ടിലെ മേരി 1. ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിട്ടുള്ള ആദ്യ വനിത എന്ന നിലയിൽ പൊതുചരിത്രത്തിൽ മേരി ഇടം നേടിയിട്ടുണ്ട്. എന്നാലും അവൾ കൂടുതലും ഓർക്കപ്പെടുന്നത് ബ്ലഡി മേരി എന്ന പേരിലാണ്. ഇംഗ്ലണ്ടിലേക്ക് കത്തോലിക്ക വിശ്വാസം പുനഃസ്ഥാപിക്കാനുള്ള അവളുടെ ശ്രമങ്ങൾ ക്രൂരമായിട്ടുള്ള രീതികൾ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരരായ സ്ത്രീകളിൽ ഒരാളായിട്ട് അവളുടെ പേരും ചേർക്കപ്പെട്ടത്. 1516 ഫെബ്രുവരി 18 ജനിച്ച മേരി ട്യൂഡോർ ഹെൻറി 8-ൻ്റെയും അരഗോണിലെ കാതറിൻ്റെയും മകളായിരുന്നു. 16-ാം വയസ്സിൽ മരിച്ച എഡ്വേർഡ് 6-ാമൻ രാജാവിൻ്റെ പിൻഗാമിയായിട്ട് ലേഡി ജെയിൻ ഗ്രേയെ പല രാഷ്ട്രീയക്കാരും തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ മേരി ട്യൂഡോർ ജെയിൻ ഗ്രേയെ വധിക്കുകയും സിംഹാസനം കരസ്ഥമാക്കുകയും ചെയ്തു. ആദ്യം അവൾക്ക് വലിയ രീതിയിൽ ജനപിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ കത്തോലിക്ക മതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ താൻ നേടിയെടുത്ത എല്ലാ പിന്തുണയും എത്രയും പെട്ടെന്ന് തന്നെ എതിർപ്പായി മാറിയത് അവൾ തിരിച്ചറിഞ്ഞില്ല. സ്പെയിനിലെ ഫിലിപ്പ് രാജകുമാരനെ വിവാഹം കഴിക്കാനുള്ള അവളുടെ ആഗ്രഹത്തെക്കുറിച്ചിട്ടുള്ള പ്രഖ്യാപനവും വലിയ രീതിയിലുള്ള ജനപ്രക്ഷോഭത്തിന് കാരണമായി. കത്തോലിക്ക മതത്തിൻ്റെ പേരിൽ മേരി ഇംഗ്ലണ്ട് തിരിച്ചു പിടിക്കുമെന്ന് പ്രൊട്ടസ്റ്റൻ്റുകാർ ഭയപ്പെട്ടിരുന്നു. ലോർഡ് ചാൻസലർ ഗാർഡിനറും ഹൗസ് ഓഫ് കോമൺസും ഈ വിവാഹത്തെ ഭയപ്പെടുകയും ചെയ്തിരുന്നു. കാരണം മേരിയും സ്പാനിഷിലെ രാജകുമാരനുമായിട്ടുള്ള വിവാഹം ഇംഗ്ലണ്ടിനെ സ്പാനിഷ് ഹെബ്സ്ബർഗിനെ ആശ്രയിക്കുന്നതിലേക്ക് നയിക്കും. ഫിലിപ്പ് രാജകുമാരനെ വിവാഹം കഴിക്കുമെന്ന അവളുടെ പ്രഖ്യാപനത്തിനു ശേഷം ഇംഗ്ലണ്ടിൽ വലിയ രീതിയിൽ തന്നെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അവിടെ ഒരു അട്ടിമറി ശ്രമവും നടന്നു. എന്നാൽ ഈ അട്ടിമറി ശ്രമത്തിൻ്റെ ഗൂഢാലോചന നടത്തിയവരെ മേരി വധിച്ചു കളഞ്ഞു. അവളുടെ ഭരണത്തിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവളുടെ മതനയം തന്നെയായിരുന്നു. സിംഹാസനത്തിനുള്ളിൽ പ്രവേശിച്ച് 1 മാസത്തിനുള്ളിൽ പ്രൊട്ടസ്റ്റൻ്റുകാരെ നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്താൻ അവൾ പ്രേരിപ്പിച്ചു. മേരി 1-ാമൻ പ്രൊട്ടസ്റ്റൻ്റ് സഭയിലെ പ്രമുഖരെ തടവിലാക്കുകയും ഇംഗ്ലണ്ടിലെ മാർപ്പാപ്പയുടെ അധികാരപരിധി പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. റോമുമായിട്ടുള്ള കരാർ വിജയിച്ചപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് നേതാക്കളെ
ചുട്ടുകളയാനുള്ള നിയമം അവൾ സ്ഥാപിച്ചു. ഇത് ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റുകാരിൽ വലിയ രീതിയിൽ ഭയം കൊണ്ടുവരികയും 800-ലധികം പ്രൊട്ടസ്റ്റന്റ് പ്രഭുക്കന്മാർ ഇംഗ്ലണ്ടിൽ നിന്നും രാജ്യം വിട്ടുപോവുകയും ചെയ്തു. 1555 ഫെബ്രുവരിയിൽ വധശിക്ഷകൾ ആരംഭിച്ചു. ബിഷപ്പുമാരായിട്ടുള്ള നിക്കോളാസ് റിഡ്ലിയെയും ഹ്യൂ ലാറ്റിമറെയും അവൾ കത്തിച്ചു. പ്രൊട്ടസ്റ്റന്റ് ആർച്ച് ബിഷപ്പ് തോമസ് ക്രാൻമർ അദ്ദേഹം മതം മാറാനും വേണ്ടിയിട്ട് നിർബന്ധിതനാകുന്നു. ക്രാൻമർ തൻ്റെ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ പശ്ചാത്തപിക്കുകയും നിയമപ്രകാരം പശ്ചാത്താപമായിട്ട് മോചിപ്പിക്കപ്പെടേണ്ടതായിരുന്ന അയാളുടെ പശ്ചാത്താപം മേരി സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും അയാളെ ചുട്ടരിക്കുകയും ചെയ്തു. മേരി ഒന്നാമൻ മൊത്തത്തിൽ ഏകദേശം 300 പേരെ വധിച്ചു. അവരിൽ ഭൂരിഭാഗവും സ്തംഭത്തിൽ ജീവനോടെ കത്തിച്ചവരായിരുന്നു. അവരിൽ ഭൂരിഭാഗവും പ്രൊട്ടസ്റ്റൻ്റായി എന്ന കുറ്റത്തിനാണ് അവരെ അവൾ കൊന്നത്. അവളുടെ ഭരണം വളരെ ചെറിയൊരു കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. 5 വർഷത്തിലധികം മാത്രമേ അത് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവൾ 1558 അണ്ഡാശയ അർബുദം ബാധിച്ച് മരിച്ചു. തുടർന്ന് എലിസബത്ത് ഒന്നാമൻ അധികാരത്തിലെത്തി. നമ്പർ 5 കാസ്റ്റിലെ ഇസബെല്ല. 1451 ഏപ്രിൽ 22 ഇസബെല്ല ജനിക്കുന്നത്. അവൾ ജനിച്ച സമയത്ത് നേരിട്ടുള്ള രാജകീയ വംശത്തിൽ നിന്നും വളരെ അകലെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ കാസ്റ്റിലെ ചക്രവർത്തിയാവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ഒരു കലാപം അടിച്ചമർത്താൻ വേണ്ടി ഇസബെല്ലയ്ക്ക് സാധാരണക്കാരനായിട്ടുള്ള ഗിറോൺ അക്യൂന പെച്ചേക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് തൻ്റെ വിവാഹം വാഗ്ദാനം ചെയ്യേണ്ടി വന്നു. ഈ വിവാഹത്തിൽ അവൾ വളരെയധികം പരിഭ്രാന്തി ഉള്ളവളായിരുന്നു. എന്നാൽ പച്ചേക്കോ അവളെ കാണാൻ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അസുഖം ബാധിക്കുകയും മരിക്കുകയും ചെയ്തു. ഇത് അവൾക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു. കാസ്റ്റിലിൻ്റെയും അരഗോണിൻ്റെയും സിംഹാസനങ്ങളുടെ അവകാശിയായിട്ടുള്ള ഫെർഡിനാൻഡുമായിട്ട് അവളുടെ വിവാഹം ഉറപ്പിച്ചു. ഇത് അയാളുടെ മരണത്തിനു ശേഷം അവൾക്ക് സിംഹാസനം ലഭിക്കാൻ കാരണമായി. അവളുടെ ക്രൂരത അറിയപ്പെടുന്നത് ക്രൈസ്തവരല്ലാത്തവരോടുള്ള അവളുടെ പെരുമാറ്റത്തിലാണ്. അവളുടെ വംശീയ ഉന്മൂലനത്തിൻ്റെ ഇരകൾ എന്ന് പറയുന്നത് ജൂതന്മാരും മുസ്ലിങ്ങളുമായിരുന്നു. അവളുടെ പ്രവർത്തനങ്ങൾ കത്തോലിക്കരല്ലാത്തവരുടെ കടുത്ത ക്രൂരതയ്ക്കും പീഡനത്തിനും പേര് കേട്ടിട്ടുള്ള സ്പാനിഷ് ഇൻക്വിസിഷൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. പിന്നീട് ഇസബെല്ല സ്പാനിഷ് റെക്കോൺക്വിസ്റ്റയിൽ അവസാന മുസ്ലിം രാജ്യമായിട്ടുള്ള ഗ്രാനഡ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തു. ചിലർ ഇതിനെ സ്പെയിനിൻ്റെ വിമോചനമായിട്ട് കാണുമെങ്കിലും വലിയ അർത്ഥത്തിൽ അത് വംശഹത്യയായിരുന്നു. ഒരു തുറന്ന വംശഹത്യ തന്നെയായിരുന്നു. ഗ്രാനഡ പിടിച്ച് അടക്കിയപ്പോഴേക്കും 100,000 മുസ്ലിങ്ങൾ മരിക്കുകയോ അടിമകളാക്കപ്പെടുകയോ ചെയ്തിരുന്നു. പലർക്കും ഇസബെല്ല റെക്കോൺക്വിസ്റ്റയുടെ നായികയായിട്ടും സ്പാനിഷ് ദേശസ്നേഹിയായിട്ടും പ്രതിനിധീകരിക്കപ്പെടുന്ന ആളാണ്. യഥാർത്ഥത്തിൽ അവൾ വംശഹത്യയുടെ കുറ്റവാളിയായിട്ടുള്ള ഒരു ക്രൂരയായ സ്ത്രീയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.